ഒറ്റ കാര്യം നോക്കൂ, സി കെ ശശീന്ദ്രൻ വയനാട്ടിൽ ഇതുവരെ ചെങ്കൊടി പാറിയിട്ടില്ല. ആ ചെങ്കൊടി ഉറയ്ക്കാത്ത, ഞാൻ പറഞ്ഞത് ലോക്സഭാ മണ്ഡലത്തിലാണ്, ആ ലോക്സഭാ മണ്ഡലത്തിൽ ചെങ്കൊടിക്ക് വലിയ രാഷ്ട്രീയ സ്വാധീനമില്ലാത്തൊരു മണ്ഡലത്തിൽ, കോൺഗ്രസിന്റെ ഷാനവാസ് ജയിച്ചു കയറിയ മണ്ഡലത്തിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ആകണമെന്ന് അവർ തീരുമാനിക്കുന്നു. ഇത് നിങ്ങളുടെ ഒരു മണ്ഡലമായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാൻ വരില്ല സാർ. അല്ല, ദുർബലവും ബാലിശവുമാണ് സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ. ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത് ഈ 2019 ശേഷമാണ്. കഴിഞ്ഞ പ്രാവശ്യം MP ആയ ശേഷമാണ്. പിന്നെ എന്തിനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്? CPM-നെയും ഇടതുപക്ഷത്തെയും മാറ്റി നിർത്താമായിരുന്നല്ലോ. അന്ന് എന്നോട് വ്യക്തമാക്കിയിട്ടുണ്ട്, ഓരോ സംസ്ഥാനങ്ങളും ഓരോ യൂണിറ്റാണ്. ബംഗാളിൽ പരസ്പര മത്സരം ഉണ്ടാകും, കേരളത്തിൽ പരസ്പര മത്സരം ഉണ്ടാകും എന്നൊക്കെ അന്നേ പറഞ്ഞതാണ്. ആ കാര്യങ്ങളിൽ യോജിക്കാതെ രാഹുൽ ഗാന്ധി ചെയ്യേണ്ടിയിരുന്നത്, അതേ എവിടെ വേണമെങ്കിൽ മത്സരിക്കാം. CPM-ന്റെ AKG സെന്ററിന്റെ ജോലി രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കുന്നത് തീരുമാനിക്കലല്ല. ആ രീതിയിലുള്ള അർത്ഥശൂന്യമായ കാര്യങ്ങളൊന്നും ഇത്തരം ഒരു ചർച്ചയിൽ ഉന്നയിച്ചത് ഖേദകരമായി പോയി. അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ ആരെയും നിശ്ചയിക്കുന്നില്ല. പക്ഷെ ഞങ്ങളെ പിന്തുണയോടെ നേടാറുണ്ട്. വെസ്റ്റ് ബംഗാളിൽ നിന്നും നേരത്തെ ത്രിപുരയിൽ നിന്നുമെല്ലാം ജയിച്ചു വന്നിട്ടുള്ള MP-മാരുടെ പിന്തുണയോടുകൂടിയായിരുന്നു മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത്. ഈ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയും സീതാറാം യെച്ചൂരിയും കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ ഇടയാക്കിയത് ഇവരുടെ പരാതിയാണ്, അത് വേറെ കാര്യം. എന്നാലും അതിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ ഒന്നിച്ചാണ് നിന്നിരുന്നത്. ഈ കാര്യത്തിലൊപ്പം തന്നെ ഓരോ സംസ്ഥാനത്തിനകത്ത് ഓരോ രാഷ്ട്രീയവും ഓരോ കാര്യങ്ങളും ഉണ്ട്. ആ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവരുടെ രാഷ്ട്രീയ പാപ്പരത്വം കൊണ്ട് കോൺഗ്രസിന്റെ കൊടിയെടുക്കാൻ ഇവർക്ക് പറ്റൂല. വയനാട്ടിൽ കോൺഗ്രസിന്റെ കൊടി ഉപേക്ഷിച്ചു. എത്ര മഹത്തായി ലീഗിന്റെ കൊടി ഉപേക്ഷിച്ചു. ലീഗിന്റെ പച്ചക്കൊടി കണ്ടാൽ രാഹുൽ ഗാന്ധി ഇനിയും മത്സരിച്ചാൽ അവിടെ തോറ്റുപോകുന്നുള്ള പേടി കൊണ്ട് അവർ ഒത്തുതീർപ്പുണ്ടാക്കി. സ്വന്തം കൊടി പണയപ്പെടുത്താൻ യാതൊരു മടിയുമില്ലാത്ത, യാതൊരു ദുഃഖവുമില്ലാത്ത, യാതൊരു ലജ്ജയുമില്ലാത്ത കോൺഗ്രസ്സുകാർ ആർക്ക് വേണ്ടിയാണ് വാദിക്കുന്നത്? ഞങ്ങൾ എല്ലാവരും കൊടി പിടിക്കും. ഞാൻ വെല്ലുവിളിക്കുന്നു, ഇനിയും രാഹുൽ ഗാന്ധി വരുന്നുണ്ട്, ലീഗിന്റെ കൊടിയും കോൺഗ്രസിന്റെ കൊടിയും പിടിച്ച് ഇവർ പ്രചരണം നടത്തുമോ? കൊടി അടിയറ വെച്ചവർ, മഹാത്മാഗാന്ധി കുടിച്ച കൊടി, ജവഹർലാൽ പിടിച്ച കൊടി, ആ കൊടി അടിയറ വെച്ച രാഹുൽ ഗാന്ധി എന്ത് രാഷ്ട്രീയം? ശിവസേനയ്ക്കൊപ്പം ഉയർത്തിയ കൊടി, അത് പിടിക്കുമോ വയനാട്ടിൽ? കോൺഗ്രസിന്റെ കൊടിയെ കുറിച്ച് ഇത്രയും ആവേശകരമായി സംസാരിക്കുകയും കോൺഗ്രസിന്റെ കൊടി ഇത്രമേൽ സ്നേഹിക്കുകയും ചെയ്യുന്ന ഞാൻ അഭിനന്ദിക്കുന്നു. ദുർബലമായ ഞാൻ താങ്കൾ പറഞ്ഞപ്പോ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞത് കോൺഗ്രസിന്റെ കൊടിയെയും കോൺഗ്രസിന്റെ ചരിത്രത്തെയും ഇത്രമേൽ നന്നായി അവതരിപ്പിച്ചതിന് അഭിനന്ദനങ്ങൾ എന്നാണ് ഞാൻ പറഞ്ഞത്. പറയട്ടെ, കോൺഗ്രസിന്റെ റോഡ് ഷോ ഏത് രീതിയിൽ നടത്തണമെന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസും UDF-ഉമാണ് അല്ലെ? ആ റോഡ് ഷോയിൽ ഞങ്ങൾ കൊടിയെടുത്തില്ല, ലീഗിന്റെ കൊടിയെടുത്ത്. ഞാനൊരു തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഇടതുപക്ഷത്തിന്റെ റോഡ് ഷോ ആയിരുന്നു ആദ്യം നടന്നത്, അതായത് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയ്ക്ക് മുമ്പ്. കർണാടകയിൽ JDS BJP-യുമായി ചേർന്ന JDS-ന്റെ കൊടി അവിടെ കണ്ടില്ല. മഹാരാഷ്ട്രയിൽ NCP BJP-യോടൊപ്പം നിൽക്കുന്ന NCP-യുടെ കൊടി ഞങ്ങൾ കണ്ടില്ല. ഞാൻ പറയുന്നത് LDF-ന്റെ റോഡ് ഷോയിൽ JDS-ന്റെ കൊടിയില്ല. INL-ന്റെ അവർ ദേശീയ തലത്തിൽ NDA-ക്കൊപ്പമാണ്. അത് നല്ല അഭിപ്രായമാണ്. അല്ല, INL ആരെ കൂടെയാ? പച്ചക്കൊടി എന്താ നിങ്ങൾ എടുക്കാത്തത്? INL-ന്റെ പച്ചക്കൊടി എന്താ LDF എടുക്കാത്തത്? നിങ്ങൾ എന്തുകൊണ്ട് 16-ാം തീയതി ഞങ്ങൾ അന്ന് ആലോചിച്ചിരുന്നത്, ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിനുമായി അന്ന് ആലോചിച്ചിരുന്നത് അങ്ങനെയാണ്. 16-ാം തീയതി വൃന്ദാക്കാരാട്ട് വരുന്നുണ്ട്, 1,00,000 ആൾക്കാർ പങ്കെടുക്കുന്ന റാലി നടക്കും. ആ റാലിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും പതാകയും ഉണ്ടാവും. രാഹുൽ ഗാന്ധി വരുമ്പോൾ വീട്ടിൽ ചെയ്യോ?